ഹേയ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് സുഖമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഒരുപാട് സുഖമാണ്. അപ്പോൾ ഇന്ന് പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, 4ാമത്തെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഇന്ന് ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടേനു. പൊന്നൂന് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. കേക്ക് മാത്രമല്ല, വീട്ടിൽ കുറച്ച് അലങ്കരിക്കാനും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ പൊന്നൂൻ്റെ 4ാമത്തെ ബർത്ത്ഡേ ആണ്. ഒരുപാട് വലിയ ആഘോഷമൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രം വീട്ടിൽ നിന്ന് ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കേക്ക് വാങ്ങാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ പൊന്നൂന് ഞാൻ കാർട്ടൂൺ കേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലൊന്നും ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും അവരെ കൊണ്ട് മാക്സിമം ആവുന്നത് വരെ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇരിട്ടിയിൽ അത്യാവശ്യം നല്ല ഓർഡർ കിട്ടുന്ന കടയായതുകൊണ്ട് തന്നെ കേക്കൊക്കെ ഒരുവിധം കാലിയായിട്ടുണ്ടേനു. അപ്പോൾ പൊന്നൂൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ മാക്സിമം അവരെ കൊണ്ടാകുന്നത് പോലെ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല ഡിസൈനായിരുന്നു. എനിക്ക് ഏട്ടനും ഇഷ്ടപ്പെട്ട ഡിസൈനായിരുന്നു കേട്ടോ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കേക്കുമായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. കുറച്ച് അലങ്കരിക്കാനുണ്ട്. വലിയ പരിപാടിയൊന്നും അല്ലെങ്കിലും ഓളെ സന്തോഷം നമുക്ക് നോക്കണമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് അലങ്കരിക്കാനെല്ലാം ഉണ്ട്. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ടേനു കേട്ടോ. ഹായ് പറഞ്ഞോ. 3 വയസ്സ് വരെ പൊന്നൂൻ്റെ എല്ലാ ബർത്ത്ഡേയും നല്ല രീതിയിൽ ആഘോഷിച്ചതേനു. അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ മാത്രമേ നമ്മൾ മാത്രമായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പൊന്നൂൻ്റെ സന്തോഷം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. എത്ര പൈസയായി എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. ആകെ കുറച്ച് ടൈറ്റിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ എന്നാലും പൈസയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഓളെ ഇഷ്ടത്തിന് ഓളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ പൊന്നൂനോട് കുറേ വർത്താനെല്ലാം പറഞ്ഞ് ചിരിച്ചും കളിച്ചും നമ്മളിപ്പോൾ ഏകദേശം ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കേക്ക് എടുക്കലാന്ന് കാരണം ശ്രദ്ധിച്ചെടുക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടേനു. കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയി കേക്കിൻ്റെ ഡിസൈനൊക്കെ പോകുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ കേക്ക് ഇപ്പം മുറിക്കുന്നില്ല, ഏട്ടൻ വന്നിട്ട് മാത്രമേ മുറിക്കുന്നുള്ളൂ. ഏട്ടൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഡെക്കറേഷൻ പരിപാടികളെല്ലാം ഇനി നോക്കേണ്ടത്. അങ്ങനെ കേക്കെല്ലാം അകത്തേക്ക് കൊണ്ടുവച്ചിട്ട് ഞാൻ നേരെ ഡെക്കറേഷനുള്ള പരിപാടികളിലേക്ക് പോയിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ഇത് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. വലിയ രീതിയിലൊന്നുമില്ല, ചെറിയ രീതിയിൽ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമുള്ള ബർത്ത്ഡേ ആണ് കേട്ടോ ഇപ്രാവശ്യം കഴിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. എന്നാലും ഓളെ സന്തോഷിപ്പിക്കാനുള്ളതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനെല്ലാം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പൊന്നൂൻ്റെ കേക്ക് കട്ടിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. കാരണം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ കേക്ക് ഫുള്ള് പോകുന്നതായിരിക്കും. കാരണം കേക്കിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്, അതെല്ലാം പോകും കേട്ടോ. മര്യാദയ്ക്ക് ശ്രദ്ധിച്ചെടുത്തിട്ടില്ലെങ്കിൽ അതെല്ലാം പോകുന്നതായിരിക്കും. പോലീസുകാർ
കെട്ടിപ്പിടിച്ച് തല്ലി ചതച്ചു ഇവളുടെ ബോയ്ഫ്രണ്ടിനെ. ശരീരം തളർന്നു കിടക്കണ അയാളെ ചികിത്സിക്കാനുള്ള കാശുണ്ടാക്കാനാണ് ഇവൾ ദുബായിലെത്തിയത്. സഖാവ് കൃഷ്ണപിള്ള EMS ഒക്കെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന് പറഞ്ഞിട്ട് ചൈനീസ് ഭാഷ അറിയാവുന്നതിന്റെ ബലത്തില് ആ സിദ്ധാർത്ഥം പറഞ്ഞ് നിർമ്മിച്ചായിരിക്കും ഇതെല്ലാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേയും നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്താൻ പറ്റിയിട്ടുണ്ട്. ആകെപ്പാടെയുള്ളൊരു സങ്കടം നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും വിളിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, അതുമാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പൊന്നൂന് നല്ല സന്തോഷമായിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റും പോലെ നമ്മൾ പൊന്നൂനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. അപ്പോൾ പൊന്നൂനിന്ന് ഒരുപാട് സന്തോഷമായിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെ പൊന്നൂൻ്റെ ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി ഇവിടെ കഴിയുകയാണ്. അതുപോലെ നമ്മളെ വീഡിയോ ഇവിടെ കഴിയലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.